فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. ഫരിഹീൻ, സത്യസരണിയിൽ രക്തസാക്ഷികളായ സൗഭാഗ്യവാന്മാർ സന്തോഷത്തിൽ കഴിയുന്നതാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, പടച്ചവൻ അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ അങ്ങേറ്റം സന്തോഷത്തിൽ കഴിയുന്നതാണ്. വയസ്തബ്ശിറൂന ബില്ലദീൻ, അവർ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് സന്തുഷ്ടി രേഖപ്പെടുത്തുന്നതാണ്. ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരുടെ പിന്നിൽ കഴിയുന്ന ഇതുവരെയും അവരിലേക്ക് എത്തിച്ചേരാത്തവരെ കുറിച്ച് അവർ സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ മേൽ യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ലെന്നും അവർ വ്യസനിക്കുന്നതല്ലെന്നും അവർ സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നതാണ്. യസ്തബ്ശിറൂന ബിനിഅമതിൻ മിനല്ലാഹ്, അവർ പടച്ചവന്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കുന്നതാണ്. വഫദ്ൽ, ഔദാര്യത്തിലും സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നതാണ്. വഅന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ, തീർച്ചയായും അല്ലാഹ് സത്യവിശ്വാസികളുടെ പ്രതിഫലം പാഴാക്കുന്നതല്ല എന്നും അവർ സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ആയത്തിൽ രക്തസാക്ഷികൾ പടച്ചവന്റെ അരികിൽ പ്രത്യേക ജീവിതം നയിക്കുന്നതും ആഹാരം നൽകപ്പെടുന്നതുമാണെന്ന് അറിയിച്ചു. ഈ രണ്ടായത്തുകളിൽ അവരുടെ രണ്ടവസ്ഥകൾ അല്ലാഹു ആവർത്തിച്ചു പറയുകയാണ്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, പടച്ചവന്റെ ഔദാര്യത്തിൽ നിന്നും അല്ലാഹു അവർക്ക് നൽകിയതിൽ അവർ അങ്ങേയറ്റം സന്തോഷത്തിൽ കഴിയുന്നതാണ്, സംതൃപ്തിയിൽ കഴിയുന്നതാണ്. وَيَسْتَبْشِرُونَ بِالَّذِينَ لَمْ يَلْحَقُوا بِهِمْ مِنْ خَلْفِهِمْ, ഇതുവരെയും അവരിലേക്ക് എത്തിച്ചേരാത്ത അവരുടെ ബന്ധുമിത്രങ്ങളെ കുറിച്ച് അവർ സന്തുഷ്ടി പ്രകടിപ്പിക്കും. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവും വ്യസനവും ഉണ്ടാകുന്നതല്ലെന്ന് അവർ സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നതാണ്. ഇതേ കാര്യം തന്നെയാണ് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത്. കാരണം രക്തസാക്ഷിത്വം എന്നത് ബാഹ്യമായി നോക്കുമ്പോൾ വലിയൊരു നഷ്ടമാണ്. ഒരു കുടുംബത്തിന്റെ നാഥൻ യാത്രയാകുന്നു. ഒരു ഭാഗത്ത് ആ കുടുംബാദികൾക്ക് അദ്ദേഹത്തെ പറ്റി വലിയ സങ്കടവും വ്യസനവും ഉണ്ടാകും. പടച്ചവനെ, എന്റെ വാപ്പ, എന്റെ ഭർത്താവ്, എന്റെ സഹോദരൻ, എന്റെ മകൻ
ജീവിതമൊന്നും കൂടുതൽ അനുഭവിക്കാതെ നിന്റെ അരികിലേക്ക് വന്നല്ലോ. മറുഭാഗത്ത് അവർക്കും വലിയൊരു ചിന്തയുണ്ടാകും, പടച്ചവനെ, എന്റെ ഭാര്യ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും, എന്റെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും അവസ്ഥകൾ എന്തായിരിക്കും. അല്ലാഹു തആല ഈ രണ്ട് സങ്കടങ്ങൾക്ക് പരിഹാരം പറയുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, يستبشرون بنعمة من الله وفضل. ആ രക്തസാക്ഷികൾ, മരണപ്പെട്ടു പോയവർ പടച്ചവന്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് സന്തുഷ്ടി രേഖപ്പെടുത്തും. അവർ അവരുടെ കുടുംബത്തോട് നടത്തുന്ന ഒരു സന്ദേശം കൂടിയാണിത്. പ്രിയപ്പെട്ട വാപ്പ, ഉമ്മ, ഇണയെ, മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ എന്നെപ്പറ്റി യാതൊരു വ്യസനവും ദുഃഖവും പുലർത്തേണ്ടതില്ല. പടച്ചവന്റെ വലിയ അനുഗ്രഹം എനിക്ക് ലഭിച്ചിരിക്കുന്നു, വലിയ ഔദാര്യം ലഭിച്ചിരിക്കുന്നു, ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഒരു രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീഴുന്നതോടെ അവന് മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. ബാക്കിയുള്ളത് അവന് സ്വർഗീയ സ്ഥാനത്തിന്റെ ഔന്നിത്യത്തിനുള്ള വഴിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി. രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആഗ്രഹിച്ചു, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടണമെന്നും വീണ്ടും ജീവിച്ച് വീണ്ടും കൊല്ലപ്പെടണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുകയുണ്ടായി. വലിയ ലാഭക്കച്ചവടമാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ ലോകത്തിൽ നിന്നും യാത്രയാകുക, രക്തസാക്ഷിത്വം വഹിക്കുക എന്നുള്ളത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ഇരുന്നു കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദർസ് നടത്താൻ അല്ലാഹു വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ദീനിന്റെ കേന്ദ്രമായി മദീന മുനവ്വറയിൽ തന്നെ കഴിയണമെന്നും മരിക്കണമെന്നും ആഗ്രഹിക്കുകയും മറുഭാഗത്തെ രക്തസാക്ഷിത്വത്തിന്റെ മഹത്വങ്ങൾ അറിഞ്ഞ് അതിന്റെയും സ്ഥാനം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവസാനം അല്ലാഹു രണ്ടും നൽകി മഹാനവറുകളെ പടച്ചവരിലേക്ക് തിരിച്ചു വിളിച്ചു. സുബഹി നമസ്കാരത്തിൽ കയ്യും കെട്ടി നമസ്കരിക്കുമ്പോൾ ഒരു ശത്രു വന്ന് കുത്തുകയും മഹാനവറുകൾ ഏതാനും ദിവസത്തിനകം അല്ലാഹുവിലേക്ക് യാത്രയാവുകയും ചെയ്തു. രക്തസാക്ഷിയുമായി എന്നിട്ട് ഹബീബ മദീന മുനവ്വറയിൽ മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കിടക്കാനുള്ള ഭാഗ്യമുണ്ടായി. يستبشرون بنعمة من الله وفضل. രണ്ടാമതായി ആ മഹാന്മാർ ഈ ലോകത്തുള്ള മുഴുവൻ കൂട്ടുകുടുംബാദികളോടും സമുദായ അംഗങ്ങളോടും പറയുന്നു, നിങ്ങൾ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഞാൻ യാത്രയായി എന്നതിന്റെ പേരിൽ നിങ്ങൾ പിന്മാറരുത്. നിങ്ങൾ ഈ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. പടച്ചവന്റെ വലിയ അനുഗ്രഹം ലഭിക്കും, വലിയ ഔദാര്യം ലഭിക്കും. അല്ലാഹു സത്യവിശ്വാസികളുടെ പ്രതിഫലം പാഴാക്കുന്നതല്ല. ഈമാനോടുകൂടി നിങ്ങൾ ജീവിക്കിൻ, ഈമാനിന്റെ വഴിയിൽ പരിശ്രമിക്കിൻ, ആ ഈമാനിന്റെ വഴിയിൽ മരിക്കിൻ, കൊല്ലപ്പെടിൻ, ലാഭമേ ലാഭം മാത്രമാണ്.
وأن الله لا يضيع أجر المؤمنين. മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ടു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. ആ ഷഹാദത്തിന് തൊട്ടുമുമ്പ് പ്രിയപ്പെട്ട മകനെ വിളിച്ചു, മോനെ, ഞാൻ ഈ പോരാട്ടത്തിൽ കൊല്ലപ്പെടുമെന്നാണ് തോന്നുന്നത്. എനിക്കിപ്പോഴുള്ള വലിയ ചിന്ത എന്റെ കടബാധ്യതയാണ്. ആളുകൾ പൈസ സൂക്ഷിക്കാൻ കൊണ്ട് ഏൽപ്പിക്കുമായിരുന്നു. സഹോദരങ്ങളെ, സൂക്ഷിക്കാൻ വയ്യ, നിങ്ങൾ കടമായിട്ട് തരിൻ, നിങ്ങൾ തിരിച്ചാവശ്യപ്പെടുമ്പോൾ തന്നേക്കാം, എന്നിട്ടത് നന്മയുടെ വഴിയിൽ ചെലവഴിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയായാൽ നീ എന്റെ കടക്കാരെയെല്ലാം കണ്ടെത്തി കടം കൊടുത്ത് വീടാൻ ഏർപ്പാട് ചെയ്യണം. അത് സാധാരണയല്ല, ഔപചാരികമായ നിലയിലല്ല. ആൾക്കാരെ കണ്ടുപിടിക്കാൻ പരിശ്രമിക്കണം, എന്നിട്ട് ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കണം, എന്നിട്ട് 3 വർഷം വരെയും ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ കറങ്ങി നടന്ന് എന്റെ വാപ്പയ്ക്ക് ബാധ്യത ആർക്കെങ്കിലും തരാൻ ബാധ്യതയുണ്ടെങ്കിൽ അവർ വന്ന് വാങ്ങണമെന്ന് എഴുതാൻ ചെയ്യണം. നോക്കിയപ്പോൾ കടുത്ത കടമുണ്ട്. സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭൂമി വിറ്റു, എന്നിട്ട് കടം കൊടുത്ത് വീട്ടിയെന്ന് മാത്രമല്ല, ഭാര്യ മക്കൾക്ക് ധാരാളം സമ്പത്ത് ലഭിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരി ഷരീഫിൽ ഷഹീദിന് ലഭിക്കുന്നതായ ബർക്കത്ത്, അവരുടെ കുടുംബത്തിന് ലഭിക്കുന്ന ഐശ്വര്യമെന്ന അധ്യായത്തിന്റെ ഈ സംഭവം പറയുന്നു. يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. ആകയാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു, ഒരിക്കലും അത് നാശനഷ്ടമല്ല, അത് വലിയ ലാഭമാണ്, വളരെ ഗുണകരമാണ്. അവർക്കും ഗുണകരമാണ്. അവരറിയിക്കുന്നു കുടുംബത്തോടും നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും, നിങ്ങൾ ഇതേ മാർഗത്തിൽ സഞ്ചരിക്കണം, നിങ്ങൾക്കും വലിയ അനുഗ്രഹമുണ്ടാകുമെന്ന് അവർ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അവരെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. നമ്മൾ അവരുടെ മാർഗത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അവർക്കും വലിയ സമാധാനമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല മാർഗത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മരണപ്പെട്ടവർക്ക് അവരുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിയിക്കപ്പെടുന്നതാണ്. നല്ല അവസ്ഥയാണെങ്കിൽ അവർ അങ്ങേയറ്റം സന്തോഷിക്കുന്നതാണ്, മോശമായ അവസ്ഥയാണെങ്കിൽ അവർ അങ്ങേയറ്റം ദുഃഖിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് മുൻഗാമികളുടെ ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.